ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചിക്കൻ പീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നാവും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. നമ്മൾ അൽഫാം ചിക്കനാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് വിടാണ് കേട്ടോ, മസാല നല്ല ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് വാങ്ങണേ. അങ്ങനെ നമ്മൾ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു തക്കറപ്പൻ അൽഫാം ചിക്കൻ റെഡിയാക്കാം. അതിലേക്കുള്ള കൂട്ടുകളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി സോസ്, സോയാ സോസ്, അതുപോലെ തന്നെ നല്ല തക്കാളി സോസ്, ഇതൊക്കെയാണ് കേട്ടോ. ഗരം മസാല അതൊക്കെയാണ്. നമുക്ക് ആദ്യത്തിൽ മഞ്ഞൾപ്പൊടി എടുക്കാം, പിന്നെ കുറച്ച് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടിയൊക്കെ വേണ്ടി വരും കേട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ്. കുരുമുളക് പൊടിച്ചത്, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലാം പാടെ ഒന്ന് സെറ്റാക്കിയാലോ. അപ്പോൾ നമുക്കതിനായിട്ട് കുറച്ച് ചില്ലി സോസ് ഒഴിക്കാം, പിന്നീട് കുറച്ച് സോയാ സോസ് ഒഴിക്കാം, പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ. അത് കഴിഞ്ഞാൽ ഇനി ഒരാളെയും കൂടി ഇതിൽ ചേർത്താലോ. കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമുക്കതാണ് കുറച്ചും കൂടിയും സ്യൂട്ടായിട്ട് തോന്നാറ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നന്നായി കുഴച്ച് നന്നായി സെറ്റാക്കാം. നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അസാധ്യ കൂട്ടാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ നന്നായി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് എടുത്തിട്ട് അതിൽ തേച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മളതിനെ തേച്ച് കൊടുക്കുകയാണ്. മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല അടുപ്പിച്ച് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ മറച്ചിട്ടും തിരിച്ചിട്ടൊക്കെ സെറ്റാക്കി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പീസും ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ നന്നായി തേച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടി, മസാലയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാലോ. നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ് 15 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് 15 മിനിറ്റിന് ശേഷം പാൻ വെച്ചു. നമ്മൾ പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ഒഴിക്കാൻ കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടായി വന്ന എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണയിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അവസാനം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു സൈഡ് ആവട്ടെ. അങ്ങനെ ഒരു സൈഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് അതിങ്ങനെ എടുത്ത് മറയ്ക്കാൻ. അങ്ങനെ മറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പീസും മറച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡ് നന്നായി ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അൽഫാം ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായി, നല്ല ടേസ്റ്റി അൽഫാം ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ എങ്ങനെയാണോ അതിലേറെ സൂപ്പറാണ് കേട്ടോ കഴിക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.